എല്ലാവർക്കും നമസ്കാരം. ചില ആൾക്കാർ രാത്രി മുഴുവനും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് ധ്യാനം ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗുണകരമാകുമോ അല്ലെങ്കിൽ ദോഷമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടായൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അവർ ഒരു മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചാനലിൻ്റെ അവരുടെ ഗ്രൂപ്പിനകത്ത് ചേർന്നു. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ല, പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ രാത്രി മണിക്കൂർ കണക്കിന് മെഡിറ്റേഷൻ അതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി ഓക്കെ ആയിരുന്നു. മെഡിറ്റേഷൻ ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് പുള്ളിക്കാരത്തി ഉയർന്നു വന്നു, കുറേ മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ രാത്രി സമയങ്ങൾ കൂട്ടി മണിക്കൂർ കണക്കിന് രാത്രി ഏതാണ്ട് ഒരു 12 മണിക്ക് തുടങ്ങിയ രാവിലെ 6 മണി വരെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തി. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നോൺ വെജ് കഴിച്ചിരുന്ന ആൾ പച്ചക്കറിയാക്കി. അപ്പോൾ അവർക്ക് പ്രോട്ടീൻ കാര്യങ്ങളൊന്നും കിട്ടാതായി. പല പല അസുഖങ്ങൾ, ഡിപ്രഷൻ, പിന്നെ അതുപോലെ തന്നെ തലക്ക് ഭയങ്കര പെരുപ്പ്, കാലുവേദന, അതുപോലുള്ള പല പല പ്രശ്നങ്ങളും തുടങ്ങി. ഇവർക്ക് മെഡിറ്റേഷൻ എന്ന സാധനമേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി, ജപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ പയ്യ പരിപാടി നിർത്തി. അപ്പോൾ ഒരുപാട് ആളുകൾ ചീത്ത പറഞ്ഞ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ അവർ മെഡിറ്റേഷൻ നിർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ അവർ വീണ്ടും നോൺ വെജിലേക്ക് വരികയും ചെയ്തു. പച്ചക്കറി വിട്ടിട്ട് നോൺ വെജിലേക്ക് വന്നു. അപ്പോൾ അവർ കുറേ ആരോഗ്യം കുറച്ചും കൂടിയൊക്കെ ബെറ്ററായി. പക്ഷേ അവർക്ക് ഇപ്പോഴും ആ തലക്കുണ്ടായിരുന്ന ഒരു പെരുപ്പും അതേപോലെ തന്നെ കാലിനുള്ളൊരു ബുദ്ധിമുട്ടും അതുപോലത്തെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ഹീലിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് കുറേ ആളുകൾ അതുപോലെ അവരിവിടെ ഉണ്ടായിരുന്ന കുറേ പേർക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നോൺ വെജ് പെട്ടെന്ന് നിർത്തരുത്. നിങ്ങൾ നോൺ വെജ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് പെട്ടെന്ന് നോൺ വെജ് നിർത്തിക്കഴിഞ്ഞുണ്ടാവുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ. കാരണം നമ്മൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റ് നിങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ബോഡിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഈ മണിക്കൂർ കണക്കിന് ധ്യാനം ചെയ്യേണ്ട ആവശ്യം നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതൊക്കെ പറഞ്ഞേക്കുന്ന ആൾക്കാരെന്നറിയോ? അതൊക്കെ വല്ല യോഗികൾക്കും സന്യാസികൾക്കുമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങ് പോയി കാട്ടിലോ മലയിലോ ഗുഹയിലൊക്കെ പോയി ഇരിക്കേണ്ടി വരും. കാരണം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അവിടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛനമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി, നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ആ പെണ്ണുങ്ങൾക്കാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുകയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പണിയില്ലെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആരാണ്? വീട്ടമ്മമാരാണ്. അതെല്ലാ ആളുകളും മറച്ചു വെക്കുന്നു, അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആൾക്കാരല്ലേ? സത്യമല്ലേ ഞാൻ പറയണത്? അപ്പോൾ അത് അത്രയും ലോഡ് ചെയ്യുന്ന ആളുകൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് എങ്ങനെ ഉണ്ടാവും? ഉറങ്ങാതിരുന്ന് ധ്യാനിച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? അവരുടെ ക്ഷീണം മാറ്റണമെങ്കിൽ അവർക്ക് വീണ്ടും ഉച്ച സമയത്ത് വീണ്ടും കിടന്നുറങ്ങേണ്ടി വരും. കാരണം വീട്ടിലെ ജോലിയെല്ലാം ആര് ചെയ്യും? വേറെ ആരും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ തന്നെ അത് തന്നെ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിക്കാതെ എല്ലാവരെയും കൊണ്ട് ഒരേപോലെ പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരേപോലെ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുക, അതൊരു നല്ല സമ്പ്രദായമല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ, പല രീതികളിലുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല പല ക്ലാസ്സുകൾക്കും പല സ്ഥലങ്ങളിലും, നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും പണ്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വലിയ വലിയ മാസ്റ്റേഴ്സ്, പുറത്തുനിന്നുള്ള ജപ്പാൻ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നപ്പോൾ വലിയ വലിയ ടീച്ചേഴ്സ്, സ്പിരിച്വൽ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കും. ഞാൻ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങുന്നു, നമ്മുടെ ക്ലാസ്സിൽ കയറ്റുന്നു. ഒരു 3 ദിവസം 4 ദിവസം വലിയൊരു റിട്രീറ്റ്സ് എന്നാണ് പറയുക. അതാണ് എൻ്റെ വാക്ക്, സ്പിരിച്വൽ റിട്രീറ്റ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ മെഡിറ്റേഷൻ ഉണ്ടാവും, ഇങ്ങനെയുള്ള പല പല പുതിയ പുതിയ സിദ്ധാന്തങ്ങളുണ്ടാവും, ചില ചാൻറ്റുകളുണ്ടാവും, എക്സസൈസുകളൊക്കെ ഉണ്ടാവും, പിന്നെ പല പല പരിപാടികളുണ്ടാവും. അപ്പോൾ ഓരോ ആളുകൾക്കും എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ടല്ല അവർ പഠിപ്പിക്കുന്നത്. ഒരു കോമൺ സിലബസാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ടാവും, 10ാം ക്ലാസ് പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒരേ സിലബസ് പഠിപ്പിക്കും. അത് അങ്ങ് മുകളിലിരിക്കുന്നവന് കുഴപ്പമുണ്ടാവില്ല, താഴെ ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തുടക്കക്കാർക്ക് പ്രശ്നമായിരിക്കുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി, അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ക്ലാസ്സിൽ അപ്പോൾ എനിക്ക് തോന്നി. കാരണം അവിടെ ചെയ്യുന്ന പരിപാടി ഒരു സിസ്റ്റം
സമ്പ്രദായം ശരിയല്ലല്ലോ എന്ന്. പക്ഷെ നമുക്കവിടെ ഒന്നും പറയാനുള്ള വകുപ്പില്ല. കാരണം നമ്മളവിടെ പൈസയും കൊടുത്ത് ചെന്നിരിക്കുന്ന ആൾക്കാർ അവിടെയുള്ള പഠിച്ചിട്ട് പോരുക, എക്സ്പീരിയൻസ് ചെയ്ത് പോരാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഇടയിൽ നടക്കുന്നുണ്ട്. പല ആൾക്കാരും ഇതുപോലുള്ള സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്ന ശിഷ്യൻ അതിന് യോഗ്യനാണോ, അയാൾക്കിത് പഠിച്ചാൽ ശരിയാകുമോ, അയാൾക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയാതെയാണ്. അത് അറിയാനുള്ള കഴിവ് പഠിപ്പിക്കുന്ന ആൾക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാൾക്കത്, അതായത് 10 വോൾട്ടേജ് കറണ്ട് കൊടുക്കേണ്ട ആൾക്ക് 100 വോൾട്ടേജ് കറണ്ട് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? അതുപോലെയാവും. ചില എക്സസൈസുകളുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ചില വ്യായാമങ്ങളൊക്കെ ഉണ്ട്. കുണ്ടലിനി അവേക്കനിങ് ക്ലാസ്സുകളിലൊക്കെ ചെയ്യിപ്പിക്കുന്ന ചില രഹസ്യമായ ചില എക്സസൈസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത്തരം വിഷയങ്ങൾ ചെയ്യുമ്പോൾ പല ആളുകളും അവിടെ കിടന്ന് കാണിച്ചു കൊടുക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പാകമാവാത്ത ആൾക്കാർ, ചക്രാസിൽ ബ്ലോക്കുള്ള ആൾക്കാർ, അവർ അവിടെ കിടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ നേരിട്ട് കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനങ്ങനെ ഒരു വലിയൊരു ടീച്ചറോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു സ്പിരിച്വൽ പാതയിൽ ചെറിയൊരു ഒരു അവേക്കണിങ് ചെറുതായിട്ട് സംഭവിച്ചു. കുറച്ച് കഴിവുകൾ എനിക്ക് ദൈവികമായ രീതിയിൽ കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനൊരു ടീച്ചറൊന്നുമല്ല, എനിക്ക് ടീച്ചറാവാൻ ആഗ്രഹിക്കണമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കോട്ടം വരാത്ത രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലിയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പരിപാടിയുള്ളൂ. കുടുംബത്തിലുള്ള ആളുടെ സൗഖ്യം അവർ നോക്കുക, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ ഈ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സെൽഫ് പ്രാക്ടീസ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള പരിപാടികൾ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, റീഡിങ് പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഡ്യൂട്ടി നമ്മൾ ആദ്യം നിർവഹിച്ചേ മതിയാവും. അപ്പോൾ ഇതേപോലെ വീട്ടമ്മമാർ ഇത്തരം കാര്യങ്ങളോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? അവർ പിന്നെ പൂർണ്ണമായിട്ടും ആ മെഡിറ്റേഷനിലേക്ക് മാത്രം ആവുകയാണ്. ഇതിനകത്ത് നല്ല അനുഭവങ്ങളുള്ള ആൾക്കാർ കുറേ പേരുണ്ട്. എന്തുകൊണ്ടാണ്? അവരതെല്ലാം കഴിഞ്ഞ്, അവരുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടുള്ള ആൾക്കാർ ഈ പരിപാടിയായിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. അത് കുറച്ച് പേരുണ്ടാവുള്ളൂ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ഇടയിൽ കമൻറ്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചുമ്മാ ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു വേണമെങ്കിൽ കമൻറ്റ് ഇടാം. അത് കുറച്ച് പേരുണ്ടാവും അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ബാക്കിയുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതേപോലെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അടുത്ത് കുറേ പേരായി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കണ്ടിട്ട് എന്നെ ട്രോളി ചെയ്യാനായിട്ട് നിങ്ങൾ കുറേ പേര് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഇതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ ഓരോ തലം നോക്കിയിട്ട്, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പം നമ്മളൊരു ഉപാസന വർഗത്തിൽ പോകുമ്പോൾ ആദ്യം നേരിട്ട് മെയിൻ മന്ത്രമല്ല തരിക. ആദ്യം നമ്മൾ ബേസിക്കായിട്ടുള്ള ഗണപതിയുടെ മന്ത്രം, അല്ലെങ്കിൽ ബാലാമന്ത്രം, അങ്ങനെയുള്ള ഓരോ മന്ത്രം കിട്ടിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അവിടെ മുകളിൽ പോയിട്ടുള്ള സാധനം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതേപോലെ ഒരു വാമപ്പ് പരിപാടി ആദ്യം ചെയ്ത് പയ്യെ നമ്മൾ മുകളിലോട്ട് പോകുന്നതാണ് ശരിക്കുള്ള തത്വം. അതാണ്. അപ്പോൾ അതുമാത്രമല്ല, പ്രോപ്പറായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആളാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതും കൂടി നിങ്ങൾ നോക്കണം. എന്നിട്ട് വേണം ഈ പരിപാടിക്ക് പോകാൻ. പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം എന്താണ്? ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഓരോന്ന് പ്രാക്ടീസ് ചെയ്യും. സംശയം ചോദിക്കുമ്പോൾ ചീത്ത പറയും. അയ്യോ ഇങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മര്യാദയൊക്കെ ചെയ്യാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് അറിവില്ലായ്മയാണ്, അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ശകാരിക്കുക. അതാണ് അവരുടെ പരിപാടി. അങ്ങനെ ചെയ്യുന്നവരാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാരണം ശരിയായിട്ടുള്ള ടീച്ചറല്ല. അവർ ഭാഗികമായ നോളജ് അല്ലെങ്കിൽ ബിസിനസ്പരമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു അറിവും അതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.